കവിതയിൽ പറഞ്ഞ പോലെ കുട്ടികളെ ഞാൻ മലയാളം സംസാരിക്കാൻ ചൊല്ലാനായിട്ട് ഞാൻ എൻകറേജ് ചെയ്യണം. പിന്നെ പേരൻസിന് അവരുടെ കുട്ടികളെ മലയാളം പറയാനും ഞാൻ എൻകറേജ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തതായി രേണുക എന്നുള്ള കവിത ചൊല്ലാനായിട്ട് ഞാൻ തപസ്യ നായരെ ക്ഷണിക്കുന്നു. ഫേമസ് ആയിട്ടുള്ള പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നും നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ രേണുകീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൽ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നും നിലതെറ്റി വീണ രണ്ടിലകൾ നമ്മൾ രേണുകേ നാം രണ്ടു മേഘശകലങ്ങളായി അകലേക്കു മറയുന്ന ക്ഷണഭംഗികൾ മഴവില്ലു താഴെ വീണുടയുന്ന മാനത്തെ വിരഹമേഘ ശ്യാമഘന ഭംഗികൾ തിരിയുന്നു രേണുകേ നാം രണ്ടു പുഴകളായി ഒഴുകിയരുന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം തിരിയുന്നൊരേണുവിൽ നാം രണ്ടു പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി ജലമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന വാക്കുമാത്രം നാളെ പ്രതീക്ഷകൾ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നു
ഇന്നരാവളിൽ രൂപങ്ങളിലാക്കിനാകുമ്പോൾ നമ്മളെന്നും ശബ്ദങ്ങളായി പകലു വത്തിക്കടന്നു പോയാലും പ്രണയമൂർത്തി ചിരിപ്പുരൗദ്രങ്ങളും ഉരവിലാരോ വിളിച്ചതായി ഓക്കെ, ഇനി 5 കോടി കവിതകളോട് ഞാൻ ഒന്നും കൂടി റിമൈൻഡ് ചെയ്യാം. ഡൊണേഷൻ ബോക്സിന് കുറച്ച് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അടുത്ത വർഷം കാവ്യസംഖ്യയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്ത കവിത മുത്തച്ഛൻ ഉള്ള കവിത ചൊല്ലാനായിട്ട് ഞാൻ നിവേദ്യ നായറിനെ ക്ഷണിക്കുന്നു. നമസ്തേ. ഞാനിന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് OMV കുഞ്ഞിന്റെ മുത്തശ്ശൻ എന്ന കവിതയാണ്. മരിച്ചാലും സ്നേഹനിധിയായ മുത്തശ്ശൻ നമ്മെ വിട്ട് പോകില്ല എന്നാണ് ഈ കവിതയുടെ വിഷയം. പോകുവാൻ മുത്തച്ഛൻ നമ്മിരിക്കെവിടേക്കു പോകുവാനല്ലയും എവിടെയും മരത്തിൽ നിന്നിലും ഇവിടെവിടെയോ നിന്നെന്തോ ചെയ്യുകയാവാം. വെറുതെ ഇരിക്കുവാൻ മുത്തച്ഛനാവിൽ എന്നറിയില്ലേ പണിയൊന്നും ചെയ്തിടാതെ കലവറയിലുണ്ടാവാം ഉണ്ണിക്കായി കരുതിയ കദളിക്കുലയുടെ പാദം നോക്കാൻ. ഇനി വരുമോണത്തിനെല്ലാരും എത്തുമ്പോൾ ഇളവരും വെള്ളരിയുമൊക്കെ വേണ്ടേ എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ നമ്മെ വിട്ടെവിടേക്കു പോകുവാനല്ലയും കൊടിയിലെങ്ങാനും പോയി നിൽക്കയാവാം വീണ പടതലത്തിൻ പന്തൽ നേരെയാകാൻ. കളി കൊണ്ട കാറ്റ് കൊടിഞ്ഞു വീഴാറായ കദളിത്തൈ വാഴയ്ക്കൊരു നൽകാൻ. ചെറുനെല്ലിൽ കുരുമണി കതിർ കൊയ്യാറായെന്നോ അറിയുവാൻ പാടത്തു പോയതാവാം. പറയാറില്ലേ എന്നു മുത്തച്ഛനെല്ലാവർക്കും ചെറുനെല്ലരിച്ചോറാണേറെ ഇഷ്ടം. എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ നമ്മെ വിട്ടെവിടേക്കു പോകുവാനല്ലേ. അവിടെ കിഴക്കേ കൊടിയിൽ തൊഴുത്തിന്റെ അരികിലെങ്ങാനും പോയി നിൽക്കയാവാം. നിറവയറായി നിൽക്കും നമ്മുടെ പൂവാളിക്കൊടുക്കാൻ പകരന്തിയാമ്പഴേ കൊടിയിലും പാടത്തും പണി ചെയ്യുവോരത്തു നിൽക്കയാവാം. ഒടുവിൽ കിളിവാലിൽ മാങ്ങയും ഉണ്ണിക്കായി
എവിടേക്കു പോകുവാനല്ലേ മഴ പെയ്തു പുഴ കുത്തി ഒഴുകുന്നതു കാണാൻ പുഴയോരത്തെങ്ങോ പോയി നിൽക്കയാവാം ഒരു മീനിനെ കൊത്തി പാറുന്ന പൂർണ്ണായി വെറുതെ ശകാരിച്ചു നിൽക്കയാവാം ഒരു കൊച്ചരിപ്രാവമുറ്റത്ത് വന്നാലോ അരിമണി വിടരുന്ന നീളമല്ലേ അരികിൽ നിന്നാരെ കരയുന്നു മുത്തച്ഛൻ അറിയേണ്ട വെറുതെ കരഞ്ഞു പോയാൽ ഒരു നാളും ഉണ്ണിയെ കരയിച്ചു മുത്തച്ഛൻ ഒരിടത്തും പോകുവാനാവില്ലല്ലോ ഒരു നാളും ഉണ്ണിയെ കരയിച്ചു മുത്തച്ഛൻ ഒരിടത്തും പോകുവാനാവില്ലല്ലോ എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ നമ്മെ വിട്ടെവിടേക്കു പോകുവാനല്ലയോ അടുത്തതായി ആന്റണി തോമസ് പ്രാവേ പ്രാവേ എന്നുള്ള കവിത ആണ് ചൊല്ലാൻ ഞാൻ ചോദിക്കാം. ആന്റണീനെ ഞാൻ ചോദിക്കാം. പിന്നെ ഡൊണേഷൻ ബോക്സും ഇപ്പോഴുണ്ട് കേട്ടോ. അപ്പൊ സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ ഡൊണേറ്റ് ചെയ്യണം. ശ്രീ ചന്ദ്ര എഴുതിയ പഠനത്തിലുണ്ട്. എല്ലാവരും എൻ്റെ അമ്മ ചൊല്ലിയത് കേട്ടിട്ടുണ്ടാവും. ഞാനും വന്നത് Thank you.
സ്വപ്നവുമായി ആയിരം സ്വർണ്ണങ്ങൾ സ്വപ്നവുമായി ഒരു ചെറിയ മാതൃക രണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ സ്നാക്ക് അവിടെ റൂമിൽ പോയി എടുക്കാനാണ് പറയുന്നത്. പക്ഷേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുക. ആർക്കെങ്കിലും ചായയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബെവറേജ് വേണമെങ്കിൽ മാത്രം അവിടെ പോയാൽ മതി. സ്നാക്കിൻ്റെ അടുത്തത് ഒരു സ്പെഷ്യൽ കവിതയാണ്. കാരണം ഞാൻ തന്നെ ചൊല്ലുന്ന ഒരു കവിതയാണ്. ഈ കവിതയുടെ പേര് മഞ്ഞുകാട്. ഞാൻ പണ്ട് 4ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിൽ എഴുതിയാണ്. എൻ്റെ അമ്മ ഗീത പ്രശാന്ത് മലയാളത്തിലെ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. എത്ര മനോഹരമീ മേട്ടും പുഴ കാഴ്ചകൾ കണ്ട് നടന്നീരാൻ വരയും കാടും പുഴകളുമെല്ലാം മഞ്ഞ് പുതച്ചൊരു കാഴ്ചകളും അങ്ങ് ദൂരെ മലകളിൽ സൂര്യൻ ഉദിച്ചു വരുന്നല്ലോ മലയിൽ മൂടിയാ കാടിൽ മുകളിൽ അഗ്നി കടക്കെ കടലിടുന്നു മലയിൽ ആകാശത്തിൽ എല്ലാം പല വർണ്ണങ്ങൾ കാണുമ്പോൾ കാലിൽ വഴി പതിഞ്ഞിടുമ്പോൾ പതിഞ്ഞു ഒഴിഞ്ഞു പൊങ്ങിയിരുന്നു തോളിൽ പതിയും മഞ്ഞ് കടത്തിൽ കരവും കരവും കുളിരേടും തിരികെ നടക്കാൻ നേരത്തെ മരത്തിൽ വേഷക്കാരിൽ ഇനിയും ആശിക്കുന്നു കാഴ്ചകൾ കാണാൻ ഇനിയും വരുവാൻ ആശിക്കുന്നു കാഴ്ചകൾ കാണാനായി. ഇനി ഒരു കൂടി കവിതയാണ്. ഈ കവിതയുടെ പേര് കുർത്തി എന്നാണ്. പാടാൻ പോകുന്നത് റിയ സാജിദ് അലി.
മനചൂര പനവു പോലെ കുറത്തിയെത്തുന്നു കരിയിലാഞ്ചി കാട്ടിൽ നിന്നും കുറത്തിയെത്തുന്നു കരിയിലാഞ്ചി വള്ളി പോലെ കുറത്തിയെത്തുന്നു ചേറ്റുപാടം കരയിലീറ പൊളിയിൽ നിന്നും കുറത്തിയെത്തുന്നു ഈറ ചിന്തിയറിഞ്ഞ കരികോൽ കുറത്തിയെത്തുന്നു വേട്ട നായ്ക്കള പല്ലിൽ നിന്നും വിണ്ടുകീറിയ നെഞ്ചുമായി കുറത്തിയെത്തുന്നു മല കലങ്ങി വരുന്ന നദി പോൽ കുറത്തിയെത്തുന്നു മൂടിയ മൺകുടകിൻ മുറിവിൽ നിന്നും മുറിവുമായി കുറത്തിയെത്തുന്നു വെന്ത മണ്ണിൻ വീരിൽ നിന്നും കുറത്തിയെത്തുന്നു ഉളിയുളുക്കിയ കാറ്റുകല്ലിൻ കണ്ണിൽ നിന്നും കുറത്തിയെത്തുന്നു കാട്ടുതീയായി പടർന്ന പൊഴി പോൽ കുറത്തിയെത്തുന്നു കുറത്തിയാട്ട തറയിലെത്തി കുറത്തി നിൽക്കുന്നു കരിനാഗ തളമേറി കുറത്തി തുള്ളുന്നു കരിങ്കണ്ണിൻ കടചുകന്ന് കരിഞ്ചായൽ കെട്ടടിഞ്ഞ് കാരിയുമ്പിൻ കുടൽ വിറച്ച് കുറത്തിയുറയുന്നു അരങ്ങത്ത മുന്നിലായിൽ മുഴുക്കി തുപ്പിയും ചുമ്മാ ചിരിച്ചും കൊണ്ടിതം കണ്ണാൽ കുറത്തിയെ കടാക്ഷിക്കും കരനാഥൻ വാക്കുനേരെ വിരൽ ചൂണ്ടി പറയുന്നു നിങ്ങളെന്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നോ
അതുകളെല്ലാം അവസാനിച്ചു. ഇനി ഒരു 15 minutes ബ്രേക്ക്. സ്നാക്സ് കഴിച്ചു. ഇത് കഴിഞ്ഞിട്ട് അഡൾട്ട് സെഷൻ ആയിരിക്കും. പിന്നെ